ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലെഫ്റ്റ് ഓവർ ദോശ ബാറ്റർ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ബാക്കി വരുന്ന ദോശമാവ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്നാക്ക് തയ്യാറാക്കാം, വട തയ്യാറാക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഒരു സവാള ചേർത്ത് കൊടുക്കാം, മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, 2 ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ബ്രെഡ് ചേർക്കുന്നുണ്ട്. ബ്രെഡ് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്രെഡിൻ്റെ സൈഡ് പാർട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് ബ്രെഡ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുരുമുളകും പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കണം. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. റവ ചേർത്തതല്ലേ, അപ്പോൾ ഒന്ന് കുതിർന്ന് വരട്ടെ. ഒരു 10 മിനിറ്റ്, കൂടുതൽ വേണ്ട, ഒരു 10 മിനിറ്റൊക്കെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൂട്ടിപ്പോൾ റവയും ബ്രെഡൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ട് തിക്കായി വന്നിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ബാറ്റർ ലൂസായിട്ട് വരുന്നതാണെങ്കിൽ ഒരു ബ്രെഡ് കൂടെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ദോശമാവിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ നോക്കിയിട്ടൊക്കെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ദോശമാവിൽ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിലും ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, നമുക്ക് വേഗം തന്നെ വട തയ്യാറാക്കി തുടങ്ങാം. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. എന്നിട്ട് സാധാരണ ഉഴുന്ന് വടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ കൈ ഒന്ന് നനച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മിഡിലായിട്ടൊരു ഹോളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇടുന്നതാണെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഇതിൽ ചേർത്തിരിക്കുന്ന സവാളയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ബ്രെഡ് വടയുണ്ട്. ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഉഴുന്ന വട പോലെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോ വടയുണ്ട്, റൈസ് വടയുണ്ട്. ആ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ കാണുക. കണ്ടാൽ മാത്രം പോരാ, ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അതുപോലെ ബാക്കി വരുന്ന ദോശമാവ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ദോശമാവൊക്കെ ബാക്കി വരുമ്പോൾ ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിലെ മറ്റുള്ള സ്നാക്ക് റെസിപ്പീസൊക്കെ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്